ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങളുടെ വ്യക്തിയുമായുള്ള പ്രണയബന്ധത്തിൻ്റെ ആ ഒരു സീക്രട്ട് എന്താണ് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിയുമായുള്ള പ്രണയബന്ധത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ്. നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള പ്രണയത്തിൻ്റെ ആ ഒരു സീക്രട്ട് എന്താണ്, യാഥാർത്ഥ്യം എന്താണ്, സീക്രട്ട് ബിഹൈൻഡ് യുവർ റിലേഷൻഷിപ്പ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു സീക്രട്ട് എന്താണ്, ദ ട്രൂത്ത് ബിഹൈൻഡ് യുവർ റിലേഷൻഷിപ്പ്. നിങ്ങളുടെ പ്രണയബന്ധത്തിൻ്റെ ആ ഒരു സീക്രട്ട് എന്താണ്, നിങ്ങളുടെ വ്യക്തിയുമായുള്ള പ്രണയബന്ധത്തിൻ്റെ ആ ഒരു സീക്രട്ട് എന്താണ്. ഓക്കെ, ഏഞ്ചൽസ് ഗാർഡിയൻ ഏഞ്ചൽസ് ഹാപ്പി. നിങ്ങളുടെ വ്യക്തിയുമായുള്ള പ്രണയബന്ധത്തിൻ്റെ ആ ഒരു സീക്രട്ട് എന്താണ്, നിങ്ങളുടെ വ്യക്തിയുമായുള്ള ആ ഒരു പ്രണയബന്ധത്തിൻ്റെ സീക്രട്ട്. ഏഞ്ചൽസ് ഗാർഡിയൻ ഏഞ്ചൽസ് ഹാപ്പി ഇതിൻ്റെ സീക്രട്ട് എന്താണ്. ഓക്കെ ഓക്കെ, സാക്രിഫൈസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായുള്ള പ്രണയബന്ധത്തിൻ്റെ ആ ഒരു സീക്രട്ട് എന്താണ്. ഇൻറ്റ്യൂഷൻ. ഓക്കെ, ക്രൗൺ ചക്ര ആൻഡ് വിക്ടറി ആൻഡ് സക്സസ്. ഓക്കെ ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ പ്രണയബന്ധത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെയാണ് ആ വ്യക്തിയും. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഡ്രീംസിൽ എല്ലാ രീതിയിലും ഒത്തിണങ്ങിയ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ എന്നും ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പരസ്പരം പൂരകങ്ങളായിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാ രീതിയിലും നമ്മൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയുന്ന പോലെ, ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടുണ്ടായ പോലെ ഉള്ള അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണിതെന്നാണ് കാണുന്നത്. പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് രണ്ടു പേർക്കും പ്രതികൂലമായിട്ട് വരുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. നിങ്ങൾക്ക് രണ്ടു പേർക്കും ടെലിപ്പതിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും കഴിയുന്ന വ്യക്തികളുണ്ട്. ഒരാൾ ചിന്തിക്കുമ്പോൾ തന്നെ മറ്റൊരാൾ അത് ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഒരു കണക്ഷൻ ഈ റിലേഷൻഷിപ്പിലുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ ചിന്തിക്കുന്ന സമയത്ത് ആ വ്യക്തിയിൽ നിന്നുള്ള കോളോ മെസ്സേജോ ചിലപ്പോൾ ആ വ്യക്തിയെ കാണാനോ ഒക്കെ ഇടയായിട്ടുണ്ടാവാം. ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് പലതവണ നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. വളരെയധികം ഒരു മിറാക്കിളസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. ഈ വ്യക്തിയെ കണ്ടുമുട്ടിയപ്പോൾ തന്നെ ഈ വ്യക്തിയെ നിങ്ങൾക്ക് മുൻ പരിചയമുള്ള പോലെ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതുപോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളെ അവരുടെ ലൈഫിൽ ലഭിച്ചതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിക്ടറി അല്ലെങ്കിൽ സക്സസ് ആണ് ഈ വ്യക്തി ഇപ്പോഴും കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് സാക്രിഫൈസ് ചെയ്യാനും, ഏത് ഒരു സ്റ്റാൻഡ് എടുക്കാനും ഈ വ്യക്തി തയ്യാറാണ്. ഏത് നിമിഷവും ഈ വ്യക്തി തയ്യാറാണ്. കാരണം അവരാഗ്രഹിച്ച പോലുള്ള ഒരു കുടുംബ ജീവിതം നിങ്ങളുമായിട്ട് മാത്രം ഉണ്ടാകുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണിത്. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും നിങ്ങൾക്ക് ഈ വ്യക്തിയെയോ ഈ വ്യക്തിക്ക് നിങ്ങളെയോ ഒഴിവാക്കാനോ മറക്കാനോ കഴിയാത്തത്. മേ ബി ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളൊരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിലോ ഒക്കെ ആയിരിക്കാം. അത് സാഹചര്യങ്ങളാണ് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. എങ്കിലും നിങ്ങൾക്ക് ഒരിക്കലും വേർപെട്ട് പോകാൻ കഴിയാത്ത വിധം നിങ്ങൾ ഒന്നിച്ചു ചേർന്ന വ്യക്തികളാണ് എന്ന് കാണുന്നുണ്ട്. അത് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ സീക്രട്ട്. ഓക്കെ, ആൻഡ് യെസ്, ഹാർമണി. തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ചു ചേരുന്ന നിമിഷങ്ങളിൽ എപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത് ഒരിക്കലും ഈ ഒരു നിമിഷം അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം നിങ്ങളിൽ നിന്നും അകന്നു പോകരുതേ, അല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നഷ്ടമാകരുതേ. മറ്റൊന്നിനു വേണ്ടിയിട്ടും ഈ വ്യക്തിയെ നഷ്ടപ്പെടുത്താൻ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങളുടെ രണ്ടു പേരുടെയും എനർജീസ് ഒന്ന് തന്നെയാണ്, ഒരുപോലെയാണ് ഇവിടെ കാണുന്നത്. അത്രത്തോളം നിങ്ങൾ ആ ഒരു സോൾ കണക്ഷൻ ഉള്ള റിലേഷൻഷിപ്പാണ്.
റിലേഷൻഷിപ്പാണ്, സോൾ ബോണ്ടിങ് ഉള്ള റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ വീണ്ടും മീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു റീയൂണിയൻ്റെ പോസിബിലിറ്റിയാണ് ഇവിടെ കാണുന്നത്. ആ ഒരു എനർജി തന്നെയാണ് ആദ്യം മുതലേ നമുക്കിവിടെ ലഭിക്കുന്നത്. അത്രയും പോസിറ്റിവിറ്റിയാണ്. ഓക്കെ, തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, അഗാധമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ തന്നെ അത്രത്തോളം മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യം ആവശ്യമായിരുന്നു. അവർ അത്രയും ഒരു സപ്പോർട്ട് ആഗ്രഹിച്ചിരുന്നൊരു സമയത്താണ് നിങ്ങളെ അവർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ ഡിസ്റ്റൻസിലാണെങ്കിൽ പോലും എപ്പോഴും അവർ നിങ്ങളോടൊപ്പമുള്ളതുപോലെയാണ്. നിങ്ങൾക്കും ആ ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. ആ വ്യക്തി നിങ്ങൾ പോലും അറിയാതെ വളരെയധികം സീക്രട്ടായിട്ട് നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓരോ മൂമെൻറ്റും അവർ അറിയുന്നുണ്ട്. അത്രത്തോളമാണ് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ഒരിക്കലും ഈ വ്യക്തി നിങ്ങളെ വിട്ടു പോവില്ല. ആ വ്യക്തിക്ക് അതിന് കഴിയില്ല. അവർ ചിന്തിക്കുന്നത് തന്നെ അവരുടെ ലൈഫിൽ ഇത്രയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു വ്യക്തിയെ ഒരിക്കലും മറ്റൊന്നിനു വേണ്ടിയിട്ടും ഉപേക്ഷിക്കാൻ ഈ വ്യക്തി തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ യാഥാർത്ഥ്യം, അതിലുള്ള ആ ഒരു സീക്രട്ട്. ഓക്കെ, യെസ്, ഡെഫിനറ്റ്ലി ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ ഒരു ഷാഡോ ആണ്. അതായത് നിങ്ങൾ എവിടെ പോകുന്നു അവിടെ എല്ലാം ഈ വ്യക്തിയുടെ സാന്നിധ്യം ഉണ്ടാവും. അതായത് അവർ നിങ്ങളിൽ അലിഞ്ഞു ചേർന്നതുപോലെയാണ് കാണുന്നത്. നിങ്ങളെ ഒരിക്കലും ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല, ഒരു സാഹചര്യത്തിനും സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. എത്ര നിങ്ങൾ ഡിസ്റ്റൻസിൽ പോയാലും നിങ്ങൾ അതിനേക്കാൾ ഏറെ വേഗത്തിൽ തന്നെ നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്നുള്ളതാണ്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ടിങ് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ഈ വ്യക്തി. കൂടുതൽ പേർക്കും ഇതൊരു സോൾമേറ്റ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷനിലുള്ള വ്യക്തികളാണെന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്ത് സാക്രിഫൈസ് ചെയ്തിട്ടായിരുന്നാലും ഈ വ്യക്തി എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നു ചേരാൻ ആഗ്രഹിക്കുന്നതും. ഓക്കെ, ഈ റിലേഷൻഷിപ്പിലെ ആ ഒരു സീക്രട്ട് എന്താണ്? സീക്രട്ട് ബിഹൈൻഡ് ദിസ് റിലേഷൻഷിപ്പ്, ഈ റിലേഷൻഷിപ്പിലെ ഒരു സീക്രട്ട് എന്താണ്? ദി സീക്രട്ട് ബിഹൈൻഡ് ദിസ് റിലേഷൻഷിപ്പ്, ഈ റിലേഷൻഷിപ്പിൻ്റെ സീക്രട്ട് യാഥാർത്ഥ്യം എന്താണ്? ദ വെയിറ്റിംഗ് ഗെയിം. ഓക്കെ, തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവണം എന്ന് ഈ വ്യക്തി ഉറച്ച് തന്നെ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പിലാണ്. അതായത് ഒരു ടോം ആൻഡ് ജെറി റിലേഷൻഷിപ്പ് പോലെയാണ്. ഒരാൾ പിണങ്ങിയിരിക്കുന്ന സമയത്ത് മറ്റൊരാൾ ഈ റിലേഷൻഷിപ്പിനെ ബാക്ക് ടു നോർമൽ ആക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ തിരിച്ച് സംഭവിക്കുന്നു. പക്ഷേ ഒരിക്കലും നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു പ്രണയബന്ധത്തിൽ നിന്ന് വിട്ടുമാറാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ബേസും ആ ഒരു യാഥാർത്ഥ്യവും. ഓക്കെ, യെസ്, ചൂസ് വൈസ്ലി. അതുകൊണ്ട് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള മൊമെൻറ്റിൽ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക. ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് ഫൈറ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾക്ക് പരാതികൾ പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റുക. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഗ്രഹം തന്നെയാണ് റിലേഷൻഷിപ്പ് എന്നാണ് കാണുന്നത്. അത്രത്തോളം ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ഓരോ ക്യാരക്ടറും, നിങ്ങൾ പിണങ്ങുന്നതായിരുന്നാലും നിങ്ങൾ ദേഷ്യപ്പെടുന്നതായിരുന്നാലും ഒക്കെ ഈ വ്യക്തി പലപ്പോഴും എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ എപ്പോഴും ഈ വ്യക്തിയോട് പിണങ്ങുന്ന ഒരു ക്യാരക്ടറാണെന്നുണ്ടെങ്കിലും ഈ റിലേഷൻഷിപ്പ് ഒരു ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും കംപ്ലയിൻറ്റ് ചെയ്യാതിരിക്കുക, പരാതികൾ പറയാതിരിക്കുക. ഓക്കെ, ഈ വ്യക്തിക്ക് നിങ്ങളുള്ള സ്നേഹം റിയലിസ്റ്റിക് ആണ്, യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ വ്യക്തിയെ നിങ്ങൾ ഡൗട്ട് ചെയ്യാതിരിക്കുക. നിങ്ങളിൽ പലരും ഈ വ്യക്തിയിൽ, ഒത്തിരി പേരും ഈ വ്യക്തിയിൽ ഡൗട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങളൊക്കെ മറക്കുക, ഈ വ്യക്തിയോട് ക്ഷമിക്കുക. ആ വ്യക്തി പലപ്പോഴും നിങ്ങളുടെ ഈ പിണക്കങ്ങളും എല്ലാം ആ വ്യക്തി എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം അത്രത്തോളമാണ് ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. ഓക്കെ, ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം. ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? മെസ്സേജസ് ഫ്രം ദിസ് പേഴ്സൺ. ഈ പേഴ്സൺ ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ആർക്കേഞ്ചൽസ്, ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഐ റിഗ്രറ്റ് ടു ഹൈഡ് ട്രൂത്ത് ഫ്രം യു. ഓക്കെ, നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും ഈ വ്യക്തി മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു.
ഐ കാൺട്ട് ലിവ് വിതൗട്ട് യു, നിങ്ങളില്ലാണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഐ റിയലി വോണ്ട് ടു ബി വിത്ത് യു, ബട്ട് ഐ ജസ്റ്റ് ഡോണ്ട് നോ ഹൗ വി ആർ ഗോയിങ് ടു മേക്ക് ദിസ് വർക്ക്. ഓക്കെ, ഇപ്പോഴും അവർ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഉണ്ടാവാനാണ് ആഗ്രഹിക്കുന്നത്, പക്ഷെ എങ്ങനെയാണ് അത് പോസിബിൾ ആകുന്നത് എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ദ ഡേ ഐ ഹാവ് ലെറ്റ് യു ഗോ വാസ് ദ ഹാർഡസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ്. ഓക്കെ, അവരെ നിങ്ങൾക്ക് അവരെ നഷ്ടമായ ആ ഒരു ദിവസം തന്നെയാണ് അവരുടെ ഏറ്റവും കഠിനകരമായിട്ടുള്ളൊരു ദിവസമായിട്ടും അവർ കാണുന്നത്. ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് അസ് ടുഗദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ. ഓക്കെ, ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുകയാണ്. ഐ കാൺട്ട് സീ യു ക്രൈങ്, നിങ്ങളെ ഒരിക്കലും സങ്കടപ്പെടുത്താനോ നിങ്ങൾ കരയുന്നത് കാണാനോ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. യു ആർ മൈ ഹാപ്പിനെസ്, അവരാണ് നിങ്ങളുടെ സന്തോഷം എന്ന് പറയാണ്. ഐ വോണ്ട് ടു സ്പെൻഡ് മൈ ഹോൾ ലൈഫ് വിത്ത് യു, നിങ്ങളുമായിട്ട് അവരുടെ സമ്പൂർണ്ണ ജീവിതം നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. വെൻ ഐ മെറ്റ് യു മൈ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്, ഐ ഡോണ്ട് വിഷ് ടു ലോസ് യു. അവരുടെ ജീവിതത്തിൽ ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയ, ഇത്രയധികം പ്രകാശപൂരിതമാക്കിയ ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും ആ വ്യക്തി നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കില്ല. ആൻഡ് ഫൈനലി മൈ ഹാർട്ട് ഈസ് കോളിങ് യു. ഓക്കെ, തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ കാത്തിരിക്കുകയാണ്, നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരുന്നതിന് അത്രത്തോളം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഈ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ്. ഓക്കെ, നമ്പർ 5 കിട്ടിയിട്ടുണ്ട്. ടോക്കറ്റീവാണ് ഈ പേഴ്സണും അല്ലെങ്കിൽ നിങ്ങളോ ടോക്കറ്റീവായിട്ടുള്ള വ്യക്തിയാണ്. മ്യൂസിക്, ഈ റിലേഷൻഷിപ്പിൽ മ്യൂസിക്കിന് എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. റെയിൻബോ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സമയത്ത് റിപ്പീറ്റായിട്ട് റെയിൻബോസ് കാണുന്നുണ്ടെങ്കിൽ അതൊരു മാറ്റത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ബ്ലൂ കളർ ഇഷ്ടമുള്ളവരുണ്ട്. നമ്പർ 14 ടോറസ്, നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ സോഡിയക് സൈൻ ടോറസ് ആയിരിക്കാം. ലെറ്റർ പി. നമ്പർ 18 ലെറ്റർ എ. വൈറ്റ് കളർ ഇഷ്ടമുള്ളവരുണ്ട്. നമ്പർ 10 റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട്. ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള വ്യക്തികളുണ്ട്. 11 ഏഞ്ചൽ നമ്പറാണ്. റിപ്പീറ്റ് ആയിട്ട് കാണുന്ന നമ്പേഴ്സ് ഏഞ്ചൽ നമ്പേഴ്സാണ്. അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ട്രാൻസ്ഫോർമേഷനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ചാരിറ്റി ഇഷ്ടമുള്ളവരുണ്ട്. ലെറ്റർ എസ്. ഫ്ലവേഴ്സ്, ഈ റിലേഷൻഷിപ്പിൽ ഫ്ലവേഴ്സിന് ഒരു ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട്. പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ഒരു വ്യക്തിയാണ്. മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം. കാപ്രിക്കോൺ സോഡിയക് സൈൻ ഉള്ള വ്യക്തികളുണ്ട്. ലെറ്റർ ബി. 28 ലെറ്റർ എസ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ലിബ്ര, നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണെയോ സോഡിയക് സൈൻ ലിബ്ര ആയിരിക്കാം. ഓക്കെ, ഗാർഡനിങ് ഇഷ്ടമുള്ളവരുണ്ട്. പർപ്പിൾ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട്. 25 ടീച്ചർ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം. ഹെൽത്ത് ഇഷ്യൂ, ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം. ബ്ലാക്ക് കളർ ഇഷ്ടമുള്ളവരുണ്ടാവാം. 2 months ഒരു പോസിബിലിറ്റി ആയിരിക്കാം. ബട്ടർഫ്ലൈസ്, ഈ ഒരു സമയത്ത് ബട്ടർഫ്ലൈ സയൻസ് കാണുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കുക. ലോങ് ഹെയർ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ് ഹെയർ ആയിരിക്കാം. ടുമോറോ, ഓക്കെ, നാളത്തെ ദിവസം. ദിസ് മന്ത് 11 ആൻഡ് ഫൈനലി ലെറ്റർ ടി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസൊനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസൊനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.